ഹലോ ഫ്രണ്ട്സ്, ടെക്കിൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്സ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരാണ്ട് എങ്ങനെ യൂട്യൂബിൽ നിന്നും നിങ്ങൾക്ക് നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം നിങ്ങൾക്ക് വരാണ്ട് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനൊരു കിടിലൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ ഇതുവരെയും ഇട്ട വീഡിയോസ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം നല്ല രീതിയിലുള്ള കമൻസും നല്ല വ്യൂസും നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു. അതായത് യൂട്യൂബ് വീഡിയോയ്ക്ക് വരുന്ന കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇട്ടിരുന്നു. നിരവധി ആളുകൾ നമുക്ക് പേഴ്സണലി അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു, എങ്ങനെ യൂട്യൂബ് വീഡിയോയിൽ കോപ്പിറൈറ്റ് ക്ലെയിം വരാണ്ട് എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാമെന്നും, അല്ലെങ്കിൽ ഓൾറെഡി യൂട്യൂബ് വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം. ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തവരാണെങ്കിൽ അവരുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സമയപരിധി മൂലമാണ് നമ്മൾ ആ വീഡിയോ ഇത്രയും ലേറ്റ് ആക്കിയത്. പക്ഷേ നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നിരവധി ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റ് വരാത്ത രീതിയിലുള്ള എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലെ യൂട്യൂബ് ഒന്ന് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ റൈറ്റ് സൈഡിലായിട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ടോ ഞാനത് ഒരു സ്ക്രീൻ റെക്കോർഡായിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ സെർച്ച് ബാറുണ്ടല്ലോ, ആ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ നോ കോപ്പിറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നിരവധി നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമുക്ക് നിരവധി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതായത് നിങ്ങളൊരു ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക്, അതായത് നമുക്കൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സൗണ്ടോ മ്യൂസിക്കോ നമുക്ക് ആവശ്യമായിട്ട് വരേണ്ട സാഹചര്യത്തിൽ നിരവധി ആളുകൾ യൂട്യൂബിലും അല്ലെങ്കിൽ ക്രോമിലും അല്ലെങ്കിൽ ഗൂഗിളിലും സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ് യൂട്യൂബിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോ കോപ്പിറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നോ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുക. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ആ ചാനലിന് ക്രെഡിറ്റ് കൊടുക്കണോ വേണ്ടോ എന്ന് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു മ്യൂസിക് സെലക്ട് ചെയ്തു, അതായത് നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങൾ യൂട്യൂബിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് നിങ്ങൾ കണ്ടുപിടിച്ചു. ആ മ്യൂസിക് നിങ്ങളുടെ വീഡിയോയിലേക്ക് അപ്ലോഡ് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആ മ്യൂസിക്കിന് അവർ ക്രെഡിറ്റ് അലോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന്. അതായത് അവരുടെ ചാനലിൻ്റെയോ അല്ലെങ്കിൽ ആ മ്യൂസിക് ബാൻഡിൻ്റെയോ ക്രെഡിറ്റ് നമ്മുടെ വീഡിയോയിൽ വെക്കണോ വേണ്ടോ എന്ന് അവരുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ചില മ്യൂസിക്കിന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ക്രെഡിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, വിത്തൗട്ട് ക്രെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. എന്നാൽ ചില വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് ചില മ്യൂസിക്കിൻ്റെ ബാൻഡിൻ്റെ ക്രെഡിറ്റോ അല്ലെങ്കിൽ അവരുടെ പേജിൻ്റെ ക്രെഡിറ്റോ അല്ലെങ്കിൽ ആ സിംഗറിൻ്റെയോ ആരുടെയെങ്കിലും ക്രെഡിറ്റ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തെറ്റാണ്ട് തന്നെ അത് കോപ്പി ചെയ്ത് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് മ്യൂസിക് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈ ചാനലിൻ്റെയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ അതേ കീവേഡ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
കൊടുക്കണം, അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതിയാവും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് ഉണ്ടാകില്ല. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ കോപ്പിറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. നമുക്ക് ടോപ്പിൽ ഈ സെർച്ച് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ സെർച്ച് ഫിൽറ്റർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അത് ടോപ്പിൽ കാണുന്ന ഈ 3 ഐക്കൺ ഉണ്ടല്ലോ, ഒരു 3 ഡോട്ട്സ് പോലെ കാണുന്ന ഐക്കൺ ഉണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെർച്ച് ഫിൽറ്റേഴ്സ് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിൽ സെർച്ച് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റീവ് കോമൺസ് എന്ന് പറയുന്ന അത് ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ക്രിയേറ്റീവ് കോമൺ ആയിട്ടുള്ള ഫ്രീ ഓഡിയോസും വീഡിയോസും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ആദ്യം നമ്മൾ നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ചാനൽസിൻ്റെ ഓഡിയോ ആണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ യൂട്യൂബിൽ പലരും അപ്ലോഡ് ചെയ്തിട്ടുള്ള, അതായത് പല കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുള്ള അവരുടെ ഫ്രീ ആയിട്ടുള്ള, അതായത് നമുക്ക് ഒരു ക്രെഡിറ്റും കൊടുക്കാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്കിതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, ഇതൊക്കെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് വീഡിയോ അടിപൊളിയാക്കാൻ സാധിക്കും. അപ്പോൾ രീതിയിൽ നിങ്ങൾക്ക് നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കോപ്പിറൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പല ചാനൽസും അല്ലെങ്കിൽ അവരുടെ നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള സോങ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ഷോർട്സ് ലൈബ്രറി അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ട്യൂൺസുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റീവ് കോമൺസ് പോലെയുള്ള റീയൂസ്ഡ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന വീഡിയോസും അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക്കുകളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിന് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നല്ല വ്ളോഗ്സുകൾ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടാവാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിത് യൂട്യൂബിലൂടെയുള്ള ഓപ്ഷൻസാണ് കണ്ടത്. ഇനിയും നമുക്ക് നിരവധി നോ കോപ്പിറൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരില്ലാത്ത നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഓഡിയോസ് ഉള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിലൊന്നാണ് പിക്സാബേ എന്ന് പറയുന്നത്. പിക്സാബേ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച്, അതായത് ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഫുട്ടേജുകൾ, വീഡിയോ ഫുട്ടേജുകളും ഓഡിയോകളും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഒരു ക്രെഡിറ്റും യൂസ് ചെയ്യാണ്ട് നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം തന്നെയാണ് പിക്സാബേ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല, കാരണം പിക്സാബേനെ കുറിച്ചുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.